സാധാരണഗതിയിൽ ഈ ഉപാസന എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്നാണ്, കൂടെ ഇരിക്കുക എന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പുറമെ ഈ ദേവീ സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുണ്ടലിനി ശക്തിയാണ്. ചക്രങ്ങളിൽ നോക്കുമ്പോൾ കുണ്ടലിനി ഭാവം, അതെ, കുണ്ടലിനി ചക്രം, അതാണ് ദേവീ സങ്കല്പം എന്ന് പറയുന്നത്. നമ്മുടെ സൃഷ്ടി എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ശരിക്കും പുറത്തുള്ളതല്ല, ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ആളുകളൊക്കെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ വിചാരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തൊഴുതു നല്ല മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കും. അവർക്ക് നല്ല അനുഭൂതി കിട്ടണമുണ്ടാവും. പിന്നെ അവർ വിചാരിക്കും ക്ഷേത്രത്തിൽ പോകുന്നത് മാത്രമാണ് ഈശ്വരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് വിചാരിക്കും. സത്യത്തിൽ ക്ഷേത്രത്തിൽ ചെന്നിട്ടാണോ, ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള വിഗ്രഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണോ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണോ, ഏതാണ് അതിൻ്റെ ശരിയെന്ന് തോന്നിയിട്ടുണ്ടോ? കാശിയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര അനുഭൂതി തോന്നി. ഓട്ടോറിക്ഷയിലാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ഒരു സൈക്കിൾ റിക്ഷക്കാരനും ഒരു യുവാവും തമ്മിൽ കലഹമുണ്ടായി. അപ്പം ഞാൻ അതുവരെ വളരെ ആത്മീയമായിട്ടുള്ള വലിയൊരു അനുഭൂതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഭഗവാൻ ശ്രീ സത്യസായി ബാബ പറയുന്നുണ്ട്, നമ്മുടെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ എനർജി വരുന്നത്, വിഗ്രഹത്തിൽ നിന്നല്ല. കാശിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അനുഭൂതി തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കത് കിട്ടാത്തത്? നമ്മൾ വിഗ്രഹത്തിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നതാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ കിട്ടേണ്ടത്? ഇപ്പം നട്ടുച്ച വെയിലിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ 100 പേര് ഒന്നിച്ച് നിന്നാൽ 100 പേർക്കും ചൂടുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ചൂടല്ലല്ലോ ഉണ്ടാവുക. പക്ഷെ അമ്പലത്തിൽ പോയാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് വരണത്. സത്യത്തിൽ അവിടെ ഒരു സിസ്റ്റമാണുള്ളത്, ഒരു എനർജി, ഇങ്ങനെ സോഴ്സ്, അതായത് എനർജി കൂട്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം. ആ എനർജി അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കത് കിട്ടണോ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു പിക്നിക്കിനൊക്കെ പോയി വിചാരിക്കുക, ഊട്ടിയിലൊക്കെ പോയി വിചാരിച്ചാൽ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന പോലെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അത് അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ആണ് സത്യം. ഉള്ളിലാണ് ഇരിക്കുന്നത്, ഈശ്വരൻ ഉള്ളിലാണ് ഇരിക്കുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.